അധ്യാത്മചേതസ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം മനസ്സിലായില്ലേ? പിന്നെ ആവുമ്പോഴൊക്കെ പരിഭ്രമം വരുമ്പോൾ, ഭയം വരുമ്പോൾ, ആശങ്കകൾ വരുമ്പോൾ, സംശയം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അസൂയ വരുമ്പോൾ ഒക്കെ ഞാനാരാ, ബാക്കിയൊക്കെ ഈ ഏച്ചുകൂട്ടിയിരിക്കുന്നതാണേ. അതിനൊക്കെ അപ്പുറത്തുള്ള ഞാനെ കുറിച്ച്, നമ്മിലെ ഈശ്വരനെ കുറിച്ച് ആലോചിക്കുക. അധ്യാത്മചേതസ നിരാശീഹി നിർമ്മമഃ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. 3 കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? നിരാശിയാകൂ. നിരാശിയാകൂ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെ കുറിച്ച് ലക്ഷ്യം വെക്കേണ്ടെന്ന് അർത്ഥമില്ല, ആസൂത്രണം ചെയ്യേണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ അതങ്ങനെ അല്ല എന്ന് വന്നാലും തളരാതിരിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരിക്കട്ടെ. അതാണ് നിരാശയാവുക എന്ന് പറഞ്ഞ അർത്ഥം. കേട്ടില്ലേ? എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യം വേണം, അതിൻ്റെതായിട്ടുള്ള പ്ലാനിങ് വേണം, ആസൂത്രണം വേണം, അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ യു കനോട്ട് പ്രെഡിക്റ്റ് ഓൾവേസ്. പല ഘടകങ്ങളും ഇതിനിടയിൽ ഇടപെടുന്നുണ്ടാവും. സംഗതികളൊക്കെ മാറി മറിഞ്ഞു പോകാം. അപ്പൊ പിന്നെ പറയും ബി പ്ലാൻ ഉണ്ടാവട്ടെ, സി പ്ലാൻ ഉണ്ടാവട്ടെ. സ്റ്റിൽ അങ്ങനെ ബി പ്ലാനും സി പ്ലാനും ഉണ്ടായാലും ചിലപ്പോ കാര്യങ്ങൾ കൈവിട്ടുപോയെന്നിരിക്കാം. പക്ഷേ ചിന്തിക്കാനും ലക്ഷ്യം നിശ്ചയിക്കാനും ആസൂത്രണം ചെയ്യാനും കഴിവും അറിവും ഉള്ള നാം അവശേഷിക്കുന്നുണ്ട്. അത് നമ്മളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഫലങ്ങളൊന്നും നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല, നിർവചിക്കേണ്ട കാര്യമില്ല. ഐ ആം ബിയോണ്ട് എന്ന് നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യം ഉണ്ടാവണം. അതാണ് നിരാശി എന്ന് പറഞ്ഞാൽ അർത്ഥം. നിർമ്മമഃ എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു സംഭവം. നിങ്ങൾ എത്ര പേര് ക്രിക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്? ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും പൊതുവെ ആളുകൾക്ക് ഈ ക്രിക്കറ്റൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദൃഷ്ടാന്തം പറയട്ടെ. കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സച്ചിൻ ടെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിക്കാൻ, 100ാമത്തെ സെഞ്ചുറി കേട്ടില്ല. അപ്പൊ പല കളികളിലും സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതിന്റെ 100ാമത്തെ സെഞ്ചുറി അടിക്കാൻ 1 വർഷം എടുത്തു. കേട്ടില്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? സച്ചിൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. അതിനുമുമ്പ് സ്വാമി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ വളരെ അഭിനന്ദിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് അവിടെ ഇന്റർവ്യൂവർ ടെണ്ടുൽക്കറിനോട് ചോദിച്ചത്, അങ്ങ് 98 റണ്ണെടുത്തു, 99 റണ്ണെടുത്തു, അത് അടുത്ത ബോള് വരാൻ പോകുന്നു, അങ്ങ് ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, ആ സമയത്ത് അങ്ങയുടെ ചിന്ത എന്തായിരിക്കും? അന്ന് ആ ഇന്റർവ്യൂവിൽ സച്ചിൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും എത്ര റണ്ണായി എന്ന് ബാറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കാറില്ല. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ ബോൾ വരാൻ പോകുന്നത്, ആരാണ് അത് ബൗൾ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് പിച്ച് ചെയ്യുക, ഹൗ ടു ക്രിയേറ്റീവ്ലി മാനേജ് ഇറ്റ്, ഹൗ ടു ക്രിയേറ്റീവ്ലി ഹിറ്റ് ഇറ്റ്. മനസ്സിലായില്ലേ? അതെങ്ങനെ സർഗാത്മകമായി വളരെ ഉചിതമായിട്ട് കുശലതയോടെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെ വരുന്ന ബോളിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. എന്താ ആലോചിക്കാറില്ല? എത്ര റണ്ണായി എന്നുള്ളത് ആലോചിക്കാറില്ല എന്ന് പറഞ്ഞ സച്ചിൻ പക്ഷേ 99 സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. 100ാമത്തെ സെഞ്ചുറി അടിക്കാനിരിക്കവേ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അതോടെ കയ്യിൽ നിന്ന് പോയി. ആ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 98 ഔട്ട്, 95 ഔട്ട്, 94 ഔട്ട്. മനസ്സിലായില്ലേ? 100 തേക്കാൻ ഒരു ഭാഗ്യം ലഭിക്കാത്ത പോലെ. ഈവൻ ആ കാലത്ത് എതിർപക്ഷത്ത് നിന്ന് കളിക്കുന്നവരും 100 എടുത്തോട്ടേ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഔട്ടായി. കാരണം എന്താ? ടെൻഷൻ വരികയാത്ര. അതും സച്ചിൻ തന്നെ തുറന്നു പറഞ്ഞത്. ഇതാണ് മമത്വം. മനസ്സിലായില്ലേ? ഇന്നലകളെ വെച്ച് വിലയിരുത്തി നാളെയിലേക്ക് നോക്കുന്നു. യെസ്, ഇന്നലകളിൽ നിന്ന് പാഠം പഠിക്കാം, പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാം, വിജയത്തെ റീഇൻവെസ്റ്റ് ചെയ്യാം, പുനഃസമർപ്പണം ചെയ്യാം.
പക്ഷേ ഇന്നലകൾ നമ്മെ നിർവചിച്ചുകൂടാ. കേട്ടില്ലേ? മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യെറ്റ് ടു ഹാപ്പൺ, അതിനിയും സംഭവിക്കാനിരിക്കുന്നതാണ് എന്ന് കരുതാൻ നമുക്ക് സാധിക്കണം. നമുക്ക് കഴിവുള്ളിടത്തോളം ദി ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലാവണ്ടേ? നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ. യുദ്ധസ്വ എന്ന് അർജുനനോട് പറഞ്ഞത് അർജുനന്റെ സ്വധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാൻ നിയുക്തനാണ്. അതുകൊണ്ട് യുദ്ധസ്വ. നമ്മളോട് എന്താ പറയുന്നത് ഭഗവാൻ? നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യങ്ങളെ, കർമ്മങ്ങളെ യാജ്ഞികമായിട്ട് ചെയ്യൂ. വിഗതജ്വര. ജ്വരം എന്ന് പറഞ്ഞാൽ പനി, വിറയൽ എന്നാണ് അർത്ഥം. അതിന് കാരണം എന്താണ്? പരിഭ്രമം. പൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് 3 പ്രകാരത്തിലുള്ള എനർജി ഡിസിപ്പേഷനെ കുറിച്ച്, 3 പ്രകാരത്തിലുള്ള ഊർജ നഷ്ടത്തെ കുറിച്ച് പറയും. എന്താ 3 പ്രകാരത്തിലുള്ള ഊർജ നഷ്ടം? ഒന്ന്, ഭാവിയെ കുറിച്ചുള്ള എന്തു സംഭവിക്കുമോ എന്നുള്ള വ്യാകുലത. കേട്ടില്ലേ? പ്രതീക്ഷാ സംബന്ധിയായിട്ടുള്ള അസ്വസ്ഥത. അതുവഴി മാനസിക ഊർജം നല്ലൊരു ശതമാനം വേസ്റ്റായി പോകുന്നു, ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്നു. പിന്നെയോ ഇന്നലെയെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, വിജയം നേടിയിട്ടുണ്ട്, ഇനി എനിക്കത് കളയാൻ പറ്റില്ല, എനിക്ക് ഇനി അത് ആവർത്തിക്കണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട്. ഇന്നലെയെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അതും ദുഃഖം തന്നെയാണ്, ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നത്. 3-മത്തത് ഇപ്പോഴത്തെ പരിഭ്രമമാണ്. ഇപ്പൊ ഭാവിയെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. ഇന്നലകളിൽ സംഭവിച്ചതൊക്കെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ആൻസൈറ്റീസ് അബൌട്ട് ദി പാസ്റ്റ്, എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ. പിന്നെയോ വർത്തമാനകാലത്ത് സംഭവിക്കുന്നത്, പ്രസന്റിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ആകെ പരിഭ്രമിച്ചു പോകുന്നു. അതും ഒഴിവാക്കണം. ഇപ്പൊ നിരാശി എന്നുള്ളത് ഭാവിയെ സംബന്ധിച്ചുള്ള എക്സ്പെക്ടേഷൻസ് നിങ്ങളെ സ്വാധീനിക്കാതിരിക്കട്ടെ. നിർമ്മമഹ എന്ന് പറയുന്നത് ഇന്നലകളുടെ ഉത്കണ്ഠകൾ നിങ്ങളെ വേട്ടയാടാതിരിക്കട്ടെ. അതുപോലെ വിഗതജ്വര എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കിയത്? ഇന്നിൽ പരിഭ്രമങ്ങൾ ഒഴിവാകട്ടെ. ഞങ്ങൾക്കൊക്കെ ഈ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ സ്വീകരണം ഒരുക്കും. അപ്പൊ കാറിൽ പോകുമ്പോൾ ഈ കാറിലായിരിക്കും ചിലപ്പോൾ മാലയും കൊണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവുക. അത് സംഘാടകരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിക്കും, ഓ ഇന്നൊക്കെ സ്വീകരണം ഗംഭീരമാകും. എന്താ കാര്യം? അത്രയും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ എവിടെ എത്തി? ഇതാ ഞങ്ങൾ ഈ വളവ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ് സ്വീകരണ സ്ഥലത്ത് എത്തുമ്പോഴേക്കോ ഒരാള് കിണ്ടി എടുക്കാനോടെ ഉണ്ടാവും, വേറൊരാള് പലക എടുക്കാനോടെ ഉണ്ടാവും. കാര്യം വിളിച്ചത് തന്നെ ലാഭം. അതുകൊണ്ട് ഞങ്ങളിപ്പോ നിരാശി, എക്സ്പെക്ടേഷൻസ് ഒന്നും. മാല കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തലവലിക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. നമ്മളൊരു ആചാര്യനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. മാല ഇടുമ്പോ ഒരു വ്യക്തിക്കല്ല മാല ഇടുന്നത്, പിന്നെയോ ഒരു പ്രസ്ഥാനത്തിനാണ്, ഒരു പാരമ്പര്യത്തിനാണ്. ശങ്കരാചാര്യരിലൂടെ വന്നിട്ടുള്ള, ആദി ശങ്കരനിൽ നിന്ന് ആരംഭിച്ച, അല്ലെങ്കിൽ ആദി നാരായണനിൽ നിന്ന് ആരംഭിച്ച അറിവിന്റെ ആ ഒരു, അതിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യുക, പരിഭ്രമമില്ല ചെയ്താൽ നന്നായി. പക്ഷെ പരിഭ്രമിച്ചു ആ സമയത്ത് വിളക്കൊട്ട് കത്തുകയില്ല. ഈ വിളക്ക് കത്തിക്കാനുള്ള തത്രപ്പാടിനിടയ്ക്ക് ഇത് കത്തുന്നില്ല എന്ന് വരുമ്പോ അത് സാവകാശരസ്യ കത്തും. ഒട്ടനെ ആ തിരിയിലൊന്ന് പിടിക്കും. തിരിയിൽ പിടിക്കാനായിട്ടില്ല, എന്നിട്ട് ആ എണ്ണയാക്കിയിട്ട് പിന്നെ അത് വെച്ചാണ് കഴിയും. വിഗതജ്വര
ക്ഷേത്രമില്ലാത്തവരായിരിക്കും. നിരാശീ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. അങ്ങനെ ജ്വരം എന്നവരായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ 3 ഊർജ നഷ്ടങ്ങളും പറഞ്ഞു. സർവേശ്വരനിൽ സമർപ്പിച്ചു, അധ്യാത്മചിന്ത വളർത്തി. ഗംഭീര പാക്കേജ് അല്ലേ? ആലോചിച്ചു. ഇത് മതി. ഇപ്പൊ ഈ 30ാമത്തെ ശ്ലോകം പ്രാക്ടീസ് ചെയ്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച. 8ാം അധ്യായത്തിൽ ഭഗവാൻ ഇനി പറഞ്ഞു തരും. അതുകൊണ്ട് എല്ലാ കാലത്തും എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. ഇനി 2 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ മൊത്തം പറഞ്ഞ കാര്യങ്ങളോ അഥവാ 30ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമോ പരിഗണിക്കാത്തവരെ കുറിച്ചും പരിഗണിക്കുന്നവരെ കുറിച്ചുമുള്ള തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നു 31, 32 ശ്ലോകങ്ങളിൽ. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തഃ മുച്യന്തെ തേപി കർമ്മഭിഃ യേ ത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാൻസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. യേ യാവചിലരാണോ മേ എന്റെ മതം അഭിപ്രായത്തെ. ഇവിടെ അഭിപ്രായത്തെ എന്ന് പറഞ്ഞാൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ ഉപദേശിച്ച കാര്യങ്ങളെ എന്നോ 30ാമത്തെ ശ്ലോകത്തിൽ സംഗ്രഹിച്ച് പറഞ്ഞ കാര്യത്തെ എന്നോ 2 പ്രകാരത്തിൽ അർത്ഥം എടുക്കാം. എന്റെ ഈ ഒരു അഭിപ്രായത്തെ ഞാൻ കാരുണ്യത്തോടെ പറഞ്ഞു തന്ന കാര്യങ്ങളെ. നിത്യം അനുതിഷ്ഠന്തി, നിത്യവും അനുസരിക്കുന്നത്. യാവ ചിലരാണോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ വൃത്തിയായിട്ട് ദിവസവും പാലിക്കുന്നത്. മാനവാഹ, അങ്ങനെയുള്ള മനുഷ്യന്മാർ, അങ്ങനെയുള്ള വ്യക്തികൾ, സാധകന്മാർ. ശ്രദ്ധാവന്തഃ, അവർ ശ്രദ്ധയുള്ളവരാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നർത്ഥം. സംസ്കൃതത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നർത്ഥം. ഗുരുവിലും വേദാന്ത വാക്യത്തിലും ഒക്കെ വിശ്വാസം. ഇവർക്കറിയാം ഗുരുക്കന്മാരൊന്നും നമ്മെ പറഞ്ഞു പറ്റിക്കാനല്ല എന്തെങ്കിലുമൊക്കെ പറയുന്നത്. പിന്നെയോ അവരുടെ അനുഭൂതി സമ്പന്നതയിൽ നിന്ന് ഉണർന്നു വന്ന കാരുണ്യം കൊണ്ട് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി വളരെ ആഘോഷിക്കാവുന്ന ഒരു ജീവിതം നമ്മൾ നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ കാഴ്ചപ്പാട് കൊണ്ട്, തെറ്റായ ആഗ്രഹങ്ങളെ കൊണ്ട്, തെറ്റായ ആവേശങ്ങളെ കൊണ്ട് എങ്കിലും ഒന്നും തകർന്നു പോവാതിരിക്കട്ടെ എന്ന ചിന്തയിൽ നമ്മളെ ഉദ്ധരിക്കാനാണ് ഗുരുക്കന്മാർ പറയുന്നത്. ശാസ്ത്രം അതിനു വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് യേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തഃ, ശ്രദ്ധയുള്ളവരായിട്ട്, അനസൂയന്തഃ, അസൂയ ഇല്ലാത്തവരായിട്ട്. അസൂയയില്ലായ്മ, ശ്രദ്ധയുണ്ടെങ്കിൽ അസൂയ ഉണ്ടാവില്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഈ ഗുരുകാരുണ്യത്തില് ശാസ്ത്ര വിഷയത്തിലൊക്കെ വിശ്വാസം വന്നാൽ പിന്നെ അസൂയ തോന്നില്ല. മറ്റുള്ളവരുടെ പുരോഗതി കാണുമ്പോൾ സന്തോഷമേ തോന്നുള്ളൂ. സർവഭൂത ഹിതേരതാഹ, മറ്റുള്ളവരുടെ ഹിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാവും. അനസൂയന്തഃ മുച്യന്തെ തേപി കർമ്മഭിഃ, അവരും ക്രമത്തിൽ സാഖ്യബുദ്ധി നേടി ജ്ഞാനനിഷ്ഠ നേടി മുക്തരാകും. മുക്തി നേടുക എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ അവര് മുക്തരാകും. എന്താ മുക്തിയുടെ ലക്ഷണം? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന എന്ന് ഭഗവാൻ പറഞ്ഞ മുക്തിയുടെ ലക്ഷണം. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ എന്നും അങ്ങനെ അവർ മുക്തരാകും. ഇനിയോ യേത്വേതദഭ്യസൂയന്തഃ, ആരാണോ ഈ ശാസ്ത്ര പാഠങ്ങളിലും സദ്ഗുരുക്കന്മാരിലും അത് അനുസരിക്കുന്ന സാധകരിലുമൊക്കെ
അസൂയ പുലർത്തുന്നത്. കേട്ടില്ലേ? തനിക്ക് സാധിക്കുന്നില്ല എന്ന് വിശ്വാസപൂർവം ഉദ്യമിക്കുന്നതിന് പകരം എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് നിരാകരിക്കുന്നവർ, അങ്ങനെയുള്ള അസൂയാലുക്കൾ നാനുതിഷ്ഠന്തി മേ മതം, എൻ്റെ ഈ ഒരു അഭിപ്രായത്തെ, വേദാന്ത ചിന്തയെ, യാജ്ഞിക ജീവിത പാഠങ്ങളെ, കർമ്മയോഗ പാഠങ്ങളെ, ബന്ധനമാവുന്ന കർമ്മങ്ങളെ മോക്ഷ സഹായകമാക്കാനുള്ള വിദ്യയെ അവരനുസരിക്കില്ല. കേട്ടില്ലേ? അവരുടെ ഒരു വിചാരം എന്താണ്? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആലോചിക്കും. കേട്ടില്ലേ? അങ്ങനെ അവര് അടിക്കടി പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഇതേ കഴിവ്, ഇതേ ദൂരക്കാഴ്ച, ഇതേ പ്രാഗൽഭ്യം കൊണ്ട് ആഘോഷമായിട്ട് ജീവിക്കാവുന്നതാണ്. പക്ഷെ അതിനവർക്ക് സാധിക്കാതെ പോകുന്നു. നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാൻസ്ഥാൻ, സർവജ്ഞാനങ്ങളിൽ നിന്നും അവര് വിമൂഢരായി പോകുന്നു. സർവജ്ഞാന വിമൂഢാൻസ്ഥാൻ, എല്ലാ ജ്ഞാനങ്ങളിൽ നിന്നും അവര് വിമൂഢരായിട്ട്, വിദ്ധി, അവരെ കുറിച്ച് ഹേ അർജുന മനസ്സിലാക്കിയാലും, നഷ്ടാൻ അചേതസഃ, അവരുടെ ജീവിതം നഷ്ടമായിരിക്കുന്നു. അവരചേതസ്സുകളാണ്, പ്രാകൃത ബുദ്ധികളാണ്, അവിവേകികളാണ് എന്ന് മനസ്സിലാക്കിയത്. ഇതാണ് ഭഗവാൻ അവരെ കുറിച്ചുള്ള ദീക്ഷ. ഇന്ന് മലയാള മനോരമ ഒരു വോട്ടെടുപ്പ് നടത്തി. അങ്ങനെ വിദ്യാസ്മൃതിലയം എന്ന മാതൃഭൂമി പ്രസിദ്ധീകരണത്തെ കഴിഞ്ഞ 25 വർഷങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് പരിഗണിച്ചിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒന്നാമത്തെ പുസ്തകം വിദ്യാസ്മൃതിലയമാണ്. രണ്ടാമത്തെ പുസ്തകം ത്രിസന്ധിയാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയവും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് അത് വാങ്ങി വായിച്ചിരിക്കുന്നു, അഭിപ്രായം അറിയിച്ചിരിക്കുന്നു. സന്തോഷം. കൂടുതൽ പേരിലേക്ക് എത്തട്ടെ, കാരണം സ്വാമിക്ക് പറയാനുള്ളതാണ് അതിൽ എഴുതിയത്. ഇതുപോലെ രണ്ടാമത്തെ പുസ്തകം ത്രിസന്ധിയാണ്. ത്രിസന്ധ്യയിൽ ഒരു ശരിമൂർത്തിയുടെ കഥ എഴുതിയിട്ടുണ്ട്. ശരിമൂർത്തി, ഇവര് ശരിമൂർത്തികളാണ് എന്ന് പറയാം. അഭ്യസൂയന്ത നാനുതിഷ്ഠന്തി മേ മതം, കാരണം ഞാൻ വലിയൊരു ശരിയാണ്, നീയൊക്കെ തെറ്റ്, നിന്നെയൊക്കെ സഹിക്കുന്ന ഞാൻ എത്ര ശരി, നിനക്ക് ശരിയാവണോ, ഞാൻ പറയുന്ന ശരി നിന്റേതാക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ശരിമൂർത്തി, ശരിമൂർത്തിയുടെ കഥ സ്വാമി എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ ജാതകം കിട്ടി ഭാഗ്യത്തിന്, അതും സ്വാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരിമൂർത്തിയുടെ ജാതകം. വിധി നഷ്ടാന ചേതസ, അവര് ഒരു ആഘോഷമാക്കാവുന്ന ജീവിതത്തെ നരകമാക്കി തുലച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു സ്വൈരമില്ല, ബാക്കിയുള്ളവർക്ക് സ്വൈരം കൊടുത്തില്ല. അവരെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം പറയും. കസ്മാത് പുനഃ കാരണാത് ത്വദീയം മതം നാനുതിഷ്ഠന്തി പരധർമ്മമനുഷ്ഠീയന്തെ സ്വധർമ്മം ച ന അനുവർത്തന്തെ തത്പ്രതികൂലഃ കഥം ന ബിഭ്യേതി ത്വത് ശാസനാത് അതിക്രമദോഷാത് തത്ര ആഹ. അടുത്ത ശ്ലോകത്തിന്റെ ഇൻട്രൊഡക്ടറി നോട്ട്, സൂചന, അടുത്ത ശ്ലോകത്തിലേക്കുള്ള സൂചന ഇപ്രകാരം തരുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ അവിടുത്തെ മതത്തെ, ഈ അഭിപ്രായത്തെ, ജീവിതത്തെ ആഘോഷമാക്കാവുന്ന, ജീവിതത്തെ ഉത്സവമാക്കാവുന്ന ഈ ഒരു മാർഗദർശനത്തെ അനുസരിക്കാതെ പരധർമ്മം അനുഷ്ഠിക്കുന്നത്? സ്വധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അഹങ്കാരത്തോടെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? എന്റെ അങ്ങയുടെ ശാസനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിൽ അവർക്ക് ഭയം തോന്നുന്നില്ല? ഈ വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ശ്ലോകം 33-ാമത്തെ ശ്ലോകം. സദൃശം ചേഷ്ടതേ സസ്യാഃ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി
നിഗ്രഹ കിം കരിഷ്യതി. പ്രകൃതേഹേ സദൃശം. ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച്, സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം, അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് ചേഷ്ടിക്കുന്നത്. ജ്ഞാനവാനപി, അറിവുള്ളവരായാൽ പോലും. ഇവിടെ അറിവുള്ളവരെന്ന് പറയുന്നതിന് രണ്ടർത്ഥം എടുക്കാം. ഒന്ന് തത്വജ്ഞാനികൾ പോലും. തത്വജ്ഞാനികളും അവരുടെ ഒരു ശൈലിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഉദാഹരണമായിട്ട് വിവേകാനന്ദ സ്വാമികൾ വിഹരിച്ചതുപോലെയോ വ്യവഹരിച്ചതുപോലെയോ വിരാജിച്ചതുപോലെയോ അല്ല ഭഗവാൻ രമണ മഹർഷി മുക്ത ജീവിതം നയിച്ചത്. അതുപോലെയായിരുന്നില്ലേ ശങ്കരാചാര്യർ, അതുപോലെയായിരുന്നില്ലേ രാമകൃഷ്ണ. മനസ്സിലായില്ലേ? ഓരോരുത്തരും അവരവരുടെ ശൈലി എന്നൊരർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? വെറും ബൗദ്ധിക ജ്ഞാനം മാത്രം നേടിയിട്ടുള്ളവർ, അവർക്ക് ധാരാളം ഉദ്ധരിക്കാനൊക്കെ അറിയാം, അങ്ങനെയുള്ളവർ. ജ്ഞാനവാനപി. കേട്ടില്ലേ? രണ്ടും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ തത്വജ്ഞാനികൾ പോലും അവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് ചേഷ്ടിക്കുക. നിഗ്രഹക്കും കരിഷ്യതി. നിഗ്രഹം കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്താ കാരണം? പ്രകൃതി ജാന്തി ഭൂതാനി. പ്രകൃതിയിലേക്കാണ് ഭൂതജാലങ്ങളൊക്കെ അട്രാക്റ്റഡ് ആയിരിക്കുന്നത്, പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, പ്രകൃതിയാണ് സ്വാതന്ത്ര്യം. ഈ ശ്ലോകം നമ്മെ വല്ലാതെ നിരാശപ്പെടുത്തി കളയുക. രണ്ട് പ്രകാരത്തിൽ ഈ ശ്ലോകത്തെ വിശകലനം ചെയ്ത ശേഷം ശങ്കരാചാര്യര് ഈ ശ്ലോകത്തെയും അടുത്ത ശ്ലോകത്തെയും തമ്മിൽ കണക്ട് ചെയ്തതിനെ നമുക്ക് പരിഗണിക്കാം. ഒന്ന്, ജ്ഞാനികൾ അവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരു ജ്ഞാനിയെയും വിലയിരുത്താൻ പോകരുത്. കേട്ടില്ലേ? ഇവരിങ്ങനെ ചെയ്യുന്നൂലോ അങ്ങനെ ചെയ്യുന്നൂലോ എന്ന് വിലയിരുത്താൻ പോകരുത്. കാരണം എന്താണ്? അവരുടെ ജ്ഞാനനിഷ്ഠയെ പരീക്ഷിച്ചറിയാൻ നമുക്ക് യോഗ്യതയില്ല, സാധ്യമല്ല. ദുർവാസാവ് മഹാകോപിഷ്ഠനായിട്ട് ഓടി നടക്കുന്നത് ഒരു വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു അവധൂത മഹാത്മാവ്. നമ്മൾ ചോദിക്കുന്നു, ഇത്രയൊക്കെ അറിവുണ്ടായിട്ട് ആളിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുക എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തൈത്തരീയോപനിഷത്തിൽ പറയും, ഒരു മഹാത്മാവിന്റെ അടുത്ത് നിന്ന് പഠിക്കുക, അവർ ചെയ്യുന്ന ധാർമ്മിക കാര്യങ്ങളെ അനുകരിക്കുക. കേട്ടില്ലേ? ന ഇതരേഷു, മറ്റുള്ള കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചോളണം. യാന്യ അനുകൂലാനി, വേദശാസ്ത്ര വിഹിതമായിട്ട് ചെയ്യുന്നതിനെ നിങ്ങൾ അനുകരിക്കണം, മറ്റുള്ളതിന് നേരെ കണ്ണടച്ചോളണം. കേട്ടില്ലേ? അപ്പൊ ജ്ഞാനികളെ വിലയിരുത്താൻ പോകരുത് എന്ന ഒരു സന്ദേശം. ജ്ഞാനികളും അവരുടെ അതുവരെയുള്ള ഒരു ശീലത്തിനനുസരിച്ചായിരിക്കും. ഇപ്പൊ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, I am a beggar, but don't think that I am a cheap beggar. ഞാനൊരു യാചകനാണ്, പക്ഷെ ഒരു തരംതാണ യാചകനല്ല. പിന്നെയോ റോയൽ ബെഗർ. എന്റെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നാവാണ്. അങ്ങനെയൊക്കെ ഗുരുദേവന്റെ ഒരു രാജകീയ ശൈലിയായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോ ശൈലി. ഈ അറിവിന്റെ അനുഗ്രഹം വരുമ്പോ ടൂള് പഴയതാണേ. ഇതൊരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താ അത്? എത്രയൊക്കെ സാധന ചെയ്തിട്ടും അഭ്യാസം ചെയ്തിട്ടും ചില കാര്യങ്ങളിൽ മാറ്റം വരുന്നില്ല എന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ തളർന്നു പോകരുത് എന്നൊരു സന്ദേശം. ഓക്കെ. രണ്ട്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരുടെ കാര്യത്തിലോട്ടോ, മറ്റുള്ളവർ ഇത്രയൊക്കെ പഠിച്ചിട്ടും എന്തേ ഇങ്ങനെ എന്ന് നമുക്കൊരു അസ്വസ്ഥത തോന്നരുത്. എല്ലാവരും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. ഇനി പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ശങ്കരാചാര്യർ ഈ ശ്ലോകത്തെ അടുത്ത ശ്ലോകത്തെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു, പ്രകൃതിർ നാമ പൂർവകൃത ധർമാധർമാദി സംസ്കാര വർത്തമാന ജന്മാദൗ അഭിവ്യക്ത സ പ്രകൃതി.
പൂർവജന്മകൃത ധർമാധർമ്മങ്ങൾ, പുണ്യപാപങ്ങളൊക്കെ അവിടെ കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ചിത്രഗുപ്തൻ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുപ്തൻ എന്ന് പറഞ്ഞാൽ രഹസ്യം, ചിത്രം എന്ന് പറഞ്ഞാൽ വര, ഗുപ്തമായി വരയ്ക്കുന്ന തത്വത്തെയാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അന്ധകരണത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതൊരു വ്യക്തി ഇരുന്ന് വരയ്ക്കുകയല്ല, അതൊരു സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിലൊക്കെ എന്താണ് കാച്ച് ഫയൽ, എന്താ പറയുക, CACHE അറിയുന്ന ആരുമില്ല. കാഷെ ഫയൽസ് എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അത് പിന്നെ സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് കളയും. അപ്പോൾ ഹാങ് ആയി. അതുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യണം? ആ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്തിടണം. കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ശേഖരിക്കപ്പെടും. മനസ്സിലായില്ലേ? ഇതുപോലെ എല്ലാ കർമ്മങ്ങളുടെയും വാസന സ്വരൂപിതമാണ്. ഒരാൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വാസനകളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് റെഡിയായിട്ട് വെക്കും. അടുത്ത ജന്മത്തിൽ ഇത് അവൈലബിൾ ആവുന്നു. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിർ നാമ, പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവകൃത, പൂർവജന്മങ്ങൾ ചെയ്തിട്ടുള്ള ധർമാധർമാദി, പുണ്യം പാപം തുടങ്ങിയ കർമ്മങ്ങൾ, സംസ്കാര, അതുളവാക്കിയിട്ടുള്ള വാസനകൾ, വർത്തമാന ജന്മാദു, ഈ ജന്മത്തിന്റെ തുടക്കത്തിൽ തന്നെ അവൈലബിൾ ആയി കിട്ടുന്നതാണ് അഭിവ്യക്ത, പ്രകടമാവുന്നതാകുന്നു പ്രകൃതി. ഈ പ്രകൃതിയിൽ നിന്ന് ആർക്കും മുക്തിയില്ല. തസ്യാ പ്രകൃത്യാഹ സദൃശം, ആ പ്രകൃതിക്ക് അനുസരിച്ചാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുക. നിഗ്രഹ കിങ്കരിഷ്യതി എന്ന് ചോദ്യം. നിഗ്രഹം കൊണ്ട് എന്ത് കാര്യം? നിയന്ത്രണമൊക്കെ വെച്ചിട്ട് എന്താ കാര്യം? അത്രയും തീവ്രമാണ് പ്രകൃതി. ശങ്കരാചാര്യ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഉത്തരമായിട്ട് അടുത്ത ശ്ലോകത്തെ പറഞ്ഞു തരുന്നത്. എന്താ ചോദ്യം? യദി സർവോ ജന്തു ആത്മനഃ പ്രകൃതേഃ സദൃശം ചേഷ്ടതേ നച പ്രകൃതിശൂന്യഃ കശ്ചിദസ്തി തതഃ പുരുഷാകാരസ്യ വിഷയാനുപപത്തേഃ ശാസ്ത്രാനർത്ഥക്യ പ്രാപ്തൗ ഇദം ഉച്യത്തെ. യദി സർവോ ജന്തുഃ ആത്മനഃ പ്രകൃതേഃ സദൃശം, എല്ലാ ജന്തുക്കളും ആത്മപ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക എങ്കിൽ നച പ്രകൃതിശൂന്യഃ കശ്ചിത് അസ്തി, പ്രകൃതിശൂന്യരായിട്ട് ആരുമില്ല. എല്ലാവരും ജന്മാന്തരകൃത വാസന സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ വന്നാൽ തതഃ പുരുഷാകാരസ്യ വിഷയാനുപപത്തേഃ, അങ്ങനെ വന്നാൽ പിന്നെ വിൽപവറിന്, ഇച്ഛാശക്തിക്ക് സ്കോപ്പില്ല എന്ന് വരും. ശരിയല്ലേ? എല്ലാവരും അവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പറഞ്ഞാൽ ശാസ്ത്ര അനർത്ഥക്യ പ്രാപ്തവും, ശാസ്ത്ര വേസ്റ്റാവും. ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? പ്രകൃതിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുള്ളൂ. രാവണൻ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. രാവണൻ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജാനകിയെ കൊണ്ടുപോയി കൊടുത്ത് നമസ്കരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്നെ രണ്ടായി പിളർത്തിയിട്ടാലും ഞാൻ ചെയ്യില്ല. ഇതെന്റെ പ്രകൃതിയാണ്. ശാസ്ത്രമൊക്കെ അനർത്ഥമായി പോവില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇവിടെ വിൽ പവറിന് കാര്യമുണ്ട് എന്ന് പറയാം. എന്താ വിൽ പവറിന് കാര്യം? പ്രകൃതി എങ്ങനെയാ സ്വാധീനിക്കുക? പ്രകൃതി ഇന്ദ്രിയങ്ങളുടെ പിറകിൽ ഇരുന്നിട്ടാണ് സ്വാധീനിക്കുക. എങ്ങനെയാ സ്വാധീനിക്കുക? ഇന്ദ്രിയസ്യ, ഇന്ദ്രിയത്തിന്, ഇന്ദ്രിയസ്യ അർത്ഥേ, അതാത് ഇന്ദ്രിയ വിഷയങ്ങളിൽ, രാഗദ്വേഷവും, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതാരെ നിശ്ചയിച്ചതാണ്? പ്രകൃതി നിശ്ചയിച്ചതാണ്. മനസ്സിലായില്ലേ?
നമുക്കിഷ്ടമുള്ള ഒരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് കണ്ണ് അതിലേക്ക് തുടിക്കുന്നു, കഴിക്കേണ്ടതാണെങ്കിൽ നാവ് തുടിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ സ്വാഭാവികമായ രാഗദ്വേഷം. ഇഷ്ടമല്ലാത്തതിനെതിരെ നമ്മൾ അത് നമുക്ക് എനിക്ക് വേണ്ടാന്ന് പറയും. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് ചാടുന്നു പറയും. എലിയെ കണ്ട പൂച്ചയെ പോലെ എന്ന് പറയും. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങളുണ്ട്. ഇനി സാധനാനിഷ്ഠൻ എന്ത് ചെയ്യണം? തയോഹോ വശം ന ആഗച്ഛേത്. അതിന്റെ വശത്തിൽ പെട്ടുപോകരുത്. കേട്ടില്ലേ? എന്താ കാരണം? ഈ രാഗദ്വേഷം അസ്യ പരിപന്ഥിനോ ശ്രേയോ മാർഗത്തിൽ തസ്കര ഇവ, കള്ളനെ പോലെ, ദേശീയപാതയിലെ കള്ളന്മാരെ പോലെയാണ് ഈ രാഗദ്വേഷം സാധനാപാതയിൽ ചരിക്കുന്നവർക്ക് ശത്രുക്കളാവുന്നു. അതുകൊണ്ട് എന്ത് വേണം? അതിന്റെ ട്രാപ്പിൽ പെടരുത്, അതിന്റെ കെണിയിൽ പെടരുത്, അതിന്റെ വലയിൽ പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ രാഗദ്വേഷത്തെ അതിക്രമിക്കാൻ എന്ത് ചെയ്യണം? നാമം ജപിക്കൂ, ക്ഷേത്ര സന്ദർശനം നടത്തൂ. ഇങ്ങനെ സാധന കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ആവേശങ്ങളെ നിയന്ത്രിക്കണം. അതിൽ പെടാതെ നോക്കണം. സാധിക്കും. ഇങ്ങനെയാണ് അടുത്ത ശ്ലോകം ശങ്കരാചാര്യർ പരിചയപ്പെടുത്തി തരുന്നത്. സർവേന്ദ്രിയാണാം ശബ്ദാദി വിഷയേ ഇഷ്ടേ രാഗഃ അനിഷ്ടേ ദ്വേഷഃ ഇത്യേവം പ്രതി ഇന്ദ്രിയാർത്ഥേ രാഗദ്വേഷൗ അവശ്യം ഭാവിനൗ. ഇവിടെ രാഗദ്വേഷം അവശ്യമാണ്, അവശ്യം സംഭവിക്കുന്നു. തത്ര അയം പുരുഷാകാരസ്യ ശാസ്ത്രാർത്ഥസ്യ വിഷയ ഉച്യതേ. ഇവിടെ എന്താണ് വിൽ പവർ കൊണ്ട് കാര്യം? ഇച്ഛാശക്തി കൊണ്ട് എന്ത് ചെയ്യാം? സാധന കൊണ്ട് എന്ത് ചെയ്യാം? ഉത്തരം തയോർവശം നാഗച്ഛേത്. യാഹി പുരുഷസ്യ പ്രകൃതി സാ രാഗദ്വേഷ പുരസരായവ സ്വകാര്യേ പുരുഷം പ്രവർത്തയതി. പുരുഷനെ പ്രകൃതി എന്ത് ചെയ്യുന്നു? സ്വന്തം കാര്യത്തിൽ പ്രവർത്തിപ്പിക്കും രാഗദ്വേഷ രൂപത്തിൽ. തഥാ സ്വധർമ്മ പരിത്യാഗഃ പരധർമാനുഷ്ഠാനം ച ഭവതി. അപ്പോഴാണ് സ്വധർമ്മത്തെ പരിത്യജിക്കുന്നത്, പരധർമ്മത്തെ സ്വീകരിച്ചു പോകുന്നത്. അവിടെ സാധനാനിഷ്ഠ കൊണ്ട്, സത്സംഗങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്തോളണം? നിരന്തര അഭ്യാസം കൊണ്ടൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചോളണം, മനസ്സിനെ നിയന്ത്രിച്ചോളണം. ഇന്ദ്രിയ നിയന്ത്രണത്തെ ദമം എന്ന് പറയും, മനോനിയന്ത്രണത്തെ ശമം എന്ന് പറയും. ദമവും ശമവും ഒക്കെ ശീലിക്കണം.